പ്രകാശ, ഞാൻ പോവാ. എല്ലാരും കൂടെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക ചേച്ചി. നല്ല കാര്യം. ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി തോന്നിയല്ലോ. വാ കേറ്. ചേച്ചി, മാളുവിന്റെ കാര്യം അതൊന്നും കുഴപ്പമില്ല ആവണി. മാളുവിന് എന്തായാലും ഇവരാരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അതുറപ്പല്ലേ? വാ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വാ. അങ്ങനെ ആ ദൗത്യം കഴിഞ്ഞു. കുറച്ചെങ്കിലും നാണയുണ്ടെങ്കിൽ മൂന്നുവിന് ഈ വഴിക്ക് വരില്ല. മാളു, വാ ചായ കുടിക്കാം. വേണ്ട കുഞ്ഞമ്മ, അമ്മ എനിക്ക് ചായ ഇട്ട് തരും. നിന്റെ അമ്മ ചായ ഇട്ട് തന്നിട്ട് നീ കുടിച്ചത് തന്നെ. എന്താ? ഒന്നുമില്ല. ഇവിടെ ഇല്ലാത്ത നിന്റെ അമ്മ എവിടുന്ന് നിനക്ക് ചായ ഇട്ട് തരാനാ? അമ്മ എവിടെ പോയി? അമ്മ ഇവിടെ ഇല്ലേ? അത് അച്ഛൻ പറയാ മോളെ. എന്നാ പറ അച്ഛ, അമ്മ എവിടെയാ? നിനക്കെപ്പോഴും അമ്മ അമ്മ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അച്ഛനെ പറ്റി ഒരു ചിന്തയില്ലേ? എന്താ ഇവിടെ? അച്ഛമ്മ, എന്റെ അമ്മ എവിടെ പോയി? ചതിയും വഞ്ചനയൊക്കെ ചെയ്യുന്നവരുടെ സ്ഥാനം ഈ വീടിന് പുറത്താണ്. ചതിയോ? അമ്മ എന്ത് ചതിയാ ചെയ്തേ? ഇതൊക്കെ ഇവക്കും അറിയാവുന്ന കാര്യങ്ങളാണമ്മ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അങ്ങ് അഭിനയിക്കുവാ. ഇവക്ക് മാത്രല്ല, വേറെ പലർക്കും അറിയാം. ഓ, അപ്പൊ ഇവിടെ പല കാര്യങ്ങളും അവസാനം അറിയുന്നത് ഞാനും മോഹനും മാത്രാണല്ലേ? അമ്മ, ഞാനത് നീ അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എനിക്കറിയാം നിനക്ക് എല്ലാം അറിയാന്ന്. നിപ്പ് കണ്ടില്ലേ? എന്റെ അമ്മ എങ്ങോട്ടാ പോയത്? നിന്റെ അമ്മ മാത്രമല്ല, നിന്റെ അമ്മൂമ്മയെ അപ്പൂപ്പനെ എല്ലാത്തിനെയും ഇവിടുന്ന് ഇറക്കി വിട്ട്. ഇതുപോലൊരു കുടുംബമായിട്ട് എനിക്കും എന്റെ മക്കൾക്കും യാതൊരു ബന്ധവും വേണ്ട. അതുപോലെ തന്നെ എന്റെ കൊച്ചുമകൾക്കും വേണ്ട. എന്റെ അമ്മയെ കാണണോ വേണ്ടെന്ന് എനിക്ക് അച്ഛമ്മയെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ അവളുടെ ചോരയല്ലേ? തറുതലേ പറയൂ. എന്റെ അമ്മ എങ്ങോട്ടാ പോയത്? ആദ്യം അത് പറ. അതെനിക്കറിയില്ല. മാളു, ഏട്ടത്തി അച്ഛനും അമ്മയൊക്കെ സുധച്ചേച്ചിയുടെ വീട്ടിലുണ്ട്. ആഹാ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവന്റെ ഒരേ ഒരു ഏട്ടത്തിയല്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കൊച്ചച്ച, എന്റെ കൂടെ ഒന്ന് വരാവോ? എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. ഞാൻ വരാം. നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. മാറി നിൽക്കും.